ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അവലാണ് വേണ്ടത്. ഞാനിതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു അവൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം, നെയ്യിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു അവൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. ഞാനിപ്പോൾ ഇതവിടെ മസൂരിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മസൂരിപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ അത്യാവശ്യം പഴുത്ത മസൂരിപ്പഴമാണ്. ഒരു 5 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഫോർക്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉടച്ചെടുക്കാൻ എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കൊന്നും ചെയ്യരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ നേരത്തെ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടിക്കല്ലിട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുത്താലും മതി. ഏത് രീതിക്കാണ് നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളിയും കൂടി ചതച്ച ചെറിയ ഉള്ളിയും കൂടി ഞാൻ ആ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിന് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഒരു തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ശർക്കരപ്പാനി നേരത്തെ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരിച്ച് റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ആയിരുന്നു. അപ്പോൾ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട രീതി, ആദ്യൊരു പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു അവലിൽ നിന്ന് കുറച്ചെടുക്കുക. അതൊരു സൈഡിലോട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സ് അതിൽ നിന്നും കുറേശ്ശായിട്ട് എടുക്കണേ. ഇത് തണുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കണം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയർ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്